കേരള സ്പോർട്സ് കൗൺസിലിൽ സാമ്പത്തിക പ്രതിസന്ധി കാരണം പരിശീലകർക്കും താൽക്കാലിക ജീവനക്കാർക്കും ശമ്പളം മുടങ്ങി. സ്പോർട്സ് ഹോസ്റ്റലുകളുടെ പ്രവർത്തനവും പ്രതിസന്ധിയിലാണ്. സ്പോർട്സ് കൗൺസിലിന്റെ നിയന്ത്രണത്തിൽ സംസ്ഥാനത്ത് 83 ഹോസ്റ്റലുകളാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ പരിശീലകരും താൽക്കാലിക ജീവനക്കാരുമായി 208 പേരാണ് ജോലി നോക്കുന്നത്. ഇവർക്ക് ശമ്പളം കിട്ടിയിട്ട് 4 മാസമായി. സ്വന്തം കയ്യിൽ നിന്നും പണം ചെലവിട്ടും കടം വാങ്ങിയുമാണ് പല പരിശീലകരും ജോലിക്കായി എത്തുന്നത്. കണക്കുകൾ അനുസരിച്ച് 2000-ലധികം കുട്ടികളാണ് സംസ്ഥാനത്തെ 83 ഹോസ്റ്റലുകളിലായി വിവിധ കായിക ഇനങ്ങളിൽ പരിശീലനം നടത്തുന്നത്. ഇവർക്ക് ഭക്ഷണത്തിന് ഫണ്ട് മുടങ്ങിയ അവസ്ഥയിലാണ്. ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറിമാരുടെ ഉത്തരവാദിത്വത്തിൽ കടം വാങ്ങിയാണ് ഹോസ്റ്റലുകളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പദ്ധതി വിഹിതത്തിൽ നിന്നുമാണ് താൽക്കാലിക ജീവനക്കാർക്കും ഹോസ്റ്റലുകളുടെ പ്രവർത്തനത്തിനും പണം കണ്ടെത്തുന്നത്. കൃത്യസമയത്ത് പദ്ധതി രേഖ നൽകാത്തതിനാലാണ് ഫണ്ട് മുടങ്ങുന്നതെന്ന് പറയുന്നു. ഭരണം മാറിയതോടെ സ്പോർട്സ് കൗൺസിലുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കാൻ പ്രസിഡന്റുമാരില്ല. സംസ്ഥാന പ്രസിഡന്റ് പദവി ഒഴിഞ്ഞുകിടക്കുകയാണ്. പുതിയ കായിക മന്ത്രി ചുമതലയേറ്റുവെങ്കിലും പരിചയക്കുറവ് കാരണം ഫയലുകൾ പരിശോധിച്ചു തുടങ്ങിയിട്ടേയുള്ളൂ. കുട്ടികൾക്ക് ഒരു ദിവസം ആഹാരത്തിനായി നൽകുന്നത് 250 രൂപയാണ്. ഇത് 350 രൂപയെങ്കിലും ആക്കി ഉയർത്തിയാൽ മാത്രമേ നല്ല പോഷകാഹാരങ്ങൾ നൽകാൻ കഴിയുകയുള്ളൂ എന്ന് പരിശീലകർ ഉൾപ്പെടെയുള്ളവർ പറയുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും ഫണ്ട് മുടങ്ങുന്നത് പതിവായിരുന്നു. സ്ഥിരം ജീവനക്കാർക്ക് ഇപ്പോഴും 1 മാസത്തെ ശമ്പളം നൽകാനുണ്ട്. സ്പോർട്സ് കൗൺസിലിൽ പെൻഷൻ മുടങ്ങിയിട്ട് 3 മാസമായി. ഭരണപരമായ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സംസ്ഥാന തലത്തിൽ സെക്രട്ടറി ഉണ്ടെങ്കിലും സ്പോർട്സ് കൗൺസിലിന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നില്ല എന്നും ആരോപണം ശക്തമായിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സുകളും കിച്ചൺ ഫിറ്റിംഗ്സുകളും ഗ്യാരണ്ടിയോടുകൂടി ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് നിങ്ങളിലേക്ക്. ഗ്രാമിന് 1 രൂപ എന്ന ഏറ്റവും സുതാര്യമായ വിലയിൽ ലേറ്റസ്റ്റ് ബാത്റൂം ഫിറ്റിംഗ്സുകൾ ഇനി നിങ്ങളിലേക്ക്. കിലോ ബസാർ, നിങ്ങളുടെ വീടിന്, നിങ്ങളുടെ കുടുംബത്തിന്. ഫോർ യുവർ ഹോം, ഫോർ യുവർ ഫാമിലി.